സഹൃദയരെ, പട്ടിഷോ എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈശ്വര പ്രാർത്ഥന പാടാൻ ഞാൻ മുതിരുന്നില്ല. കർത്താവിനൊരു ഉമ്മ കൊടുത്തുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഹായ് പറ. ഗൂഗിളിൻ്റെ ഒരു അഭിപ്രായത്തിൽ പട്ടിഷോ എന്നാൽ ഷോയിങ് ഓഫ് അഥവാ ഫ്ലെക്സിങ് ആണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ചില ഉദാഹരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ആദ്യത്തേത്, എവിടെ കണ്ണാടി കണ്ടാലും അതിൻ്റെ മുന്നിൽ പോയി ചുണ്ടൊരു പ്രത്യേക രീതിയിൽ പിടിച്ച് കാല് കവച്ചു വെച്ച് ഫോട്ടോയും വീഡിയോയും എടുത്ത് ചുറ്റുമുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. ഇതിലും അപകടകാരിയാണ് രണ്ടാമത്തേത്, ഫോൺ എവിടെയെങ്കിലും കുത്തിച്ചാരി വെച്ച് കാലാട്ടി കളിക്കുക. കൊച്ചുകുട്ടികളുള്ള അമ്മമാരാണ് കൂടുതലും ഈ രീതിയിൽ പട്ടിഷോ കാണിക്കാറ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആ ഫോൺ എടുത്തു തരാനായി ഓടുന്ന ഓട്ടത്തിൽ താഴെ വീണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. മൂന്നാമത്തേത്, ഞാനൊന്നും അറിയുന്നില്ലേ എന്ന രീതിയിൽ തിരിഞ്ഞു നടന്ന് ലവ്, BTS മുതലായ കോപ്രായങ്ങൾ കാണിക്കുക. ഈ കാണുന്നത് പട്ടിഷോ അല്ല, ഫാഷൻ ഷോ. ഇത് പട്ടിഷോ, ഇതും പട്ടിഷോ. അങ്ങനെ ഞാൻ പട്ടിഷോ കാണിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് ഈ ചേട്ടനെ. ഇദ്ദേഹം പറഞ്ഞു, ഇതൊന്നും അല്ലാത്തൊരു ഷോ ഉണ്ട്, വെർച്വൽ റിയാലിറ്റി ഷോ എന്ന്. എന്നാ പിന്നെ അതൊന്ന് അറിഞ്ഞു കളയാന്ന് വിചാരിച്ച് ആ കിടുതാപ്പ് ഞാനെടുത്ത് കണ്ണി വെച്ചു. എന്നത് ഒന്നിനും കൊള്ളാത്തൊരു ഷോ. പട്ടിഷോയുടെ അത്രയും ഒന്നും വരത്തില്ല. ബാക്ക് ടു പട്ടിഷോ. പട്ടിഷോ ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ വീഡിയോ കണ്ണുകളിൽ പെടാതെ മാറി നടക്കുക.